السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. أما بعد, പ്രിയപ്പെട്ട വിശ്വാസി സമൂഹമേ, എന്താണ് യഥാർത്ഥത്തിൽ വ്രതം അഥവാ നോമ്പ്, അല്ലെങ്കിൽ റമദാനിലെ ആ വിശുദ്ധമാക്കപ്പെട്ട സൗം എന്ന അറബി പദത്തിൻ്റെ അർത്ഥവും അത് ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നതിൻ്റെ ഒരു ചെറിയ വിശദീകരണം 1, 2, 3, 4 പാർട്ടുകളാക്കി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ, ഇൻഷാ അല്ലാഹ്. പരിശുദ്ധനായ അല്ലാഹു വിശുദ്ധനായ പ്രവാചകനിലൂടെ വിശുദ്ധ ഖുർആനിലൂടെ നൽകിയ സത്യസന്ദേശങ്ങളെയാണ് നാം ഇസ്ലാമിക മതമെന്നും ആ പ്രവാചകൻ ജീവിതത്തിൽ പകർത്തിയ ജീവിതചര്യയെ നാം ഹദീസ് എന്ന് പറയുന്നത്. ഇവ രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായി പൂർത്തീകരണമുണ്ടാകുന്നത്. ഉദാഹരണ സഹിതം പറഞ്ഞു തരാം. നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപം, അല്ലെങ്കിൽ 5 വക്ത് നമുക്ക് ഖുർആനിൽ നിന്നും കൃത്യമായി വേർതിരിച്ചെടുക്കാൻ കഴിയില്ല. എന്നാൽ യഥാർത്ഥമായ ബുഖാരി മുസ്ലിമിൻ്റെ ഹദീസിൽ നിന്നും 5 വക്തും അതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ ഫറളും ഷർത്തുമെല്ലാം നമുക്ക് ലഭിക്കാനുള്ള കാരണം ഖുർആൻ വായിച്ചു മനസ്സിലാക്കാനും എന്നാൽ പ്രവർത്തിച്ച് ജീവിത രീതിയായി പറഞ്ഞു തരാൻ മാത്രമല്ല, കാണിച്ചു തന്ന ജീവിതക്രിയകളാണ് ഹദീസുകളായി മാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹു പ്രവാചകനായ മുഹമ്മദ് നബിക്ക് ഹജ്ജ് ആയാലും നമ്മുടെ 5 വക്ത് നിസ്കാരമായാലും അതെല്ലാം ഒരു ഗുരു എന്ന നിലക്ക് അല്ലാഹു പ്രവാചകനായ മുഹമ്മദ് നബിയെ കൊണ്ട് ചെയ്യിപ്പിച്ചു, പ്രാക്ടിക്കലാക്കി. ആ രീതികൾ നമുക്ക് പ്രവാചകൻ കാണിച്ചു തന്നതിൻ്റെ ഫലമായാണ് ഹദീസുകൾ ഉണ്ടാവുന്നത്. അവ നമ്മൾ അംഗീകരിക്കൽ നിർബന്ധിത ബാധ്യതയാണ്, അഥവാ ഫറള് ഐൻ ആണ്. ആ പ്രവാചകനായ മുഹമ്മദ് നബിക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആനിൽ 11 മാസത്തെ നമ്മുടെ ജീവിത ക്രിയകളെ ചിട്ടപ്പെടുത്തി ശാരീരികമായി, മാനസികമായി, ആത്മീയമായി അടുത്ത ഒരു വർഷത്തേക്കുള്ള ജീവിതത്തിൻ്റെ യഥാർത്ഥമായ ഒരു ചട്ടക്കൂടിനെയാണ് നാം വാർത്തെടുക്കേണ്ടത്. അത് റമദാനിലൂടെ നാം വ്രതമായും നിസ്കാരമായും മറ്റ് സകാത്തായും
സൽപ്രവൃത്തികളാലും നാം ചെയ്യേണ്ടതുണ്ട്. ആദ്യമായി നാവിനെ നാം പരിമിതപ്പെടുത്തി മാത്രം സംസാരിക്കുക. ആവശ്യമില്ലാത്ത സംസാരങ്ങൾ റമദാനിൽ പരമാവധി കുറക്കുക. വളരെ മാന്യമായി ചീത്ത പറയാതെ സത്യസന്ധമായി ഹൃദയശുദ്ധിയോടുകൂടെ ആളുകളിലേക്ക് നാം ഇറങ്ങുക. അവരിലേക്ക് സംസാരത്തെയും പ്രവർത്തിക്കുകയും കൊണ്ടുവരിക, ആരാധനയെയും. അങ്ങനെ ചെയ്യുമ്പോൾ റമദാനിലെ വ്രതം 11 മണിക്കൂറിൻ്റെ മേലെ വരും. ആ 11 മണിക്കൂർ നമ്മെ ശാസ്ത്രീയമായി എങ്ങനെയാണ് സംസ്കരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നാം അവിടെ അന്നപാനീയങ്ങൾ ഒഴിവാക്കുക മാത്രമല്ല, മറ്റു രീതിയിലുള്ള പുറത്തുനിന്നോ ഒരുവിധ പാനീയങ്ങളോ വെള്ളമോ ഒന്നും തന്നെ സ്വീകരിക്കാതെ നമ്മുടെ ശരീരത്തെ നാം ചിട്ടപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ മനസ്സിനെയും ചിട്ടപ്പെടുത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒന്ന് ആത്മീയമായി 1000 മാസങ്ങളെക്കാൾ പ്രതിഫലമുള്ള ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ഷഹർ. ആ ഖുർആന്റെ വിശുദ്ധ വചനത്തെ നാം ഉപയോഗപ്പെടുത്തുകയും അത് നമുക്ക് ലഭിക്കുകയും ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ പ്രധാനമായും അള്ളാഹുവിനോടായിരിക്കണം. ആ പ്രാർത്ഥനകളോടൊപ്പം ആരാധനകളും നിർബന്ധമായി അള്ളാഹുവിനോടായിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ സഹായം ചോദിക്കലും അള്ളാഹുവിനോടായിരിക്കണം. എന്നാൽ ജീവിച്ചിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള ഔലിയാക്കൾ, പ്രവാചകന്മാർ ഉണ്ട് എങ്കിൽ അവരോട് നിങ്ങൾ സഹായം ചോദിച്ചാൽ ആ സഹായത്തിന് നിങ്ങൾക്ക് ഉത്തരം നൽകുന്നത് അല്ലെങ്കിൽ പ്രത്യുപകാരം അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കുന്നത് പ്രവാചകനോ ഔലിയോ അല്ല. അവിടെ അള്ളാഹുവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നു. ഈ നിലക്ക് നിങ്ങൾ ഇസ്ലാമികമായ അനുഷ്ഠാന കർമ്മങ്ങളെ, ആരാധനാ കർമ്മങ്ങളെ, പ്രാർത്ഥനകളെ നിർബന്ധമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അല്ലാത്ത പക്ഷം കഠിനമായ ശിക്ഷ മറ്റു മാസങ്ങൾക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അനുഭവിക്കപ്പെടേണ്ടി വരും. ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഖബർ പൂജ ഇസ്ലാമിലില്ല. ഖബർ നിങ്ങൾക്ക് സിയാറത്ത് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നാം മുഹമ്മദ് നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മുൻപ് വന്ന ഇബ്രാഹിം നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിന്നീട് നമ്മുടെ വാപ്പയാണോ ഉമ്മയാണോ മക്കളാണോ അവർക്ക്, കുടുംബാതിഥികൾക്ക്, ലോകർക്ക്, മനുഷ്യർക്ക്, അങ്ങനെ രോഗികൾക്ക്, ഇവരൊക്കെല്ലാം അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നതിന് പകരം അവരോട് ഇങ്ങോട്ട് സഹായം ചോദിച്ച് പ്രാർത്ഥിക്കുന്ന രീതി തികച്ചും തെറ്റാണ്. അത് പൈശാചികം മാത്രമല്ല, ഷിർക്ക് അഥവാ അള്ളാഹുവിൻ്റെ നഗ്നമായ സത്യങ്ങളെ വളച്ചൊടിക്കലാണ്. കാരണം ഈ അള്ളാഹുവിൻ്റെ ഈ പ്രപഞ്ചനാഥൻ്റെ 99 ഇസ്മുകൾ, അസ്മാ ഉൽ ഹുസ്നയുടെ അതിൻ്റെ ശരിയായ മീനിങ് നിങ്ങൾക്കറിയുമെങ്കിൽ ആ ഗുണങ്ങളൊന്നും ഒരു പ്രവാചകനോ ഔലിക്കോ മറ്റു വ്യക്തികൾക്കോ ആർക്കും ഇല്ല എന്നതുകൊണ്ട് തന്നെ ആ ശാസ്ത്രീയമായ സാങ്കേതികമായ കഴിവ് ഉള്ള ആളാണ് അല്ലാഹു. അതുപോലെ തന്നെ ആ നഗ്നമായ സത്യങ്ങൾ നാം മറച്ചു പിടിക്കുക, അല്ലെങ്കിൽ അത് പറയുന്ന ആ ഏകദൈവ വിശ്വാസിയെ നാം തടുക്കുക.
ഇതെല്ലാം സത്യനിഷേധത്തിലേക്ക് വരും. അത് വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും. അത്തരം പ്രവർത്തനങ്ങൾ നിങ്ങളിൽ നിന്ന് ഉണ്ടാവാതിരിക്കുക. പണ്ഡിത സമൂഹമേ, തീർച്ചയായും നിങ്ങളാണ് കൂടുതൽ നരകത്തിലുണ്ടാവുക. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ സുന്നി വിഭാഗം പണ്ഡിത സമൂഹം, അത് EK സുന്നിയായാലും AP സുന്നിയായാലും സമസ്തയായാലും, ഇവരൊന്നും ഇസ്ലാമിൻ്റെ ഭാഗമല്ല. അത് ആരു തന്നെ പറഞ്ഞാലും അംഗീകരിക്കേണ്ട ആവശ്യമില്ല. ഏത് മഹാന്റെ ഗ്രന്ഥമുണ്ടായാലും, ഏത് മഹാനാണ് ഈ പ്രസ്ഥാനമെല്ലാം സ്ഥാപിച്ചത് എങ്കിലും ഇത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമോ അല്ലെങ്കിൽ പ്രവാചകൻ്റെ ജീവിത രീതിയോ അല്ലെങ്കിൽ ഖുർആനിൻ്റെ സത്യസന്ദേശമോ അല്ലെങ്കിൽ യഥാർത്ഥ ഹദീസിൻ്റെ സന്ദേശമോ അല്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹമേ, മാറുക. നിങ്ങൾ സമസ്തകളെ വിട്ട് ഇസ്ലാമിലേക്ക് വരിക. സുന്നിയെ മറക്കുക. നിങ്ങൾ മുസ്ലിമായി അഥവാ സത്യവിശ്വാസിയായി ജീവിക്കുക. ഒരുപക്ഷെ ഏറ്റവും കയ്പുള്ളത് നിങ്ങൾക്ക് സത്യമാണെങ്കിൽ പോലും, അത് നിങ്ങളുടെ ശത്രുവശത്താണെങ്കിലും അത് സ്വീകരിക്കാൻ മടിക്കാതിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് മഹാനായ ന്യൂട്ടൻ ലോകത്ത് വാഴ്ത്തപ്പെടാനുള്ള കാരണം. ന്യൂട്ടൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ആ സത്യമായ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഉടമസ്ഥൻ അള്ളാഹു ആയതുകൊണ്ടാണ് ഊർജങ്ങളും ചലനങ്ങളും എല്ലാം, അതിൻ്റെ എല്ലാം ഉത്തരവാദി അല്ലെങ്കിൽ ഉടമസ്ഥൻ അള്ളാഹുവാണ്. എന്നാൽ ഈ പ്രപഞ്ചത്തിൽ മറഞ്ഞു കിടക്കുന്ന നഗ്നമായ അത്തരം സത്യങ്ങളെ കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ മുഅ്മിനാണ്, ആ ശാസ്ത്രജ്ഞനാണ് സർ ഐസക് ന്യൂട്ടൻ. അതുകൊണ്ടാണ് ശാസ്ത്ര ശാഖയിൽ നാം ആ പുസ്തകം ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കപ്പെടാനും അള്ളാഹു വാഴ്ത്തപ്പെടാനും ന്യൂട്ടനുണ്ടായ കാരണം. അത്തരം നഗ്നമായ സത്യങ്ങളെ മറച്ചു പിടിക്കാതിരിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ പ്രപഞ്ചനാഥനോടുള്ള പ്രാർത്ഥനകളും ആരാധനകളും അവനോടും മാത്രമാക്കുക. അത് ഈ റമദാനിൽ നിങ്ങൾ നേടേണ്ടതുണ്ട്. ഇൻഷാ അള്ളാഹ് അത്തരം നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഇൻഷാ അള്ളാഹ്.